ബ്ലാസ്റ്റേഴ്സ് നമ്മൾ കുറെ വീഡിയോസ് ബ്ലാസ്റ്റേഴ്സിനെ പറ്റി, പക്ഷെ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം അതിന്റെ ഇപ്പോഴത്തെ ദയനീയമായ അവസ്ഥയെ കുറിച്ച് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് അവരുടെ ഒരു കൺസേൺ അറിയിച്ചിട്ടുണ്ട്, ഒരു പരാതി അറിയിച്ചിട്ടുണ്ട്. അത് ആദ്യം വായിച്ചിട്ട് നമുക്ക് കാര്യം പറയാം. ക്ലബ് സ്റ്റേറ്റ്മെന്റ് ആട്ടോ. Kerala Blasters FC has raised concerns over the poor condition of the pitch at the Kaloor International Stadium. The playing surface has also been amongst the best of the country year on year. However, multiple inspections conducted before the ISL match scheduled for Monday have revealed a sorry state of affairs. അടുത്തത്, conduct of a third party non-sporting event on the field, അത് മറ്റു സംഭവം ഉദ്ദേശിക്കുന്നത് അല്ലേ, of play in the recent past has resulted in damage which are unwanted for the club and for the Indian Super League. The club has also taken note that there were no precautionary measures taken to prevent the same. Currently, the Blasters pitch team is working tirelessly day and night to restore the pitch to match-ready condition, which has resulted in the incurring of significant monetary charges. എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിച്ചിന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലുള്ള ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പിച്ചാണ്. ഫുട്ബോൾ കളിക്കാൻ എത്രയും ഒരുപാട് പിച്ചുകളിൽ ഏറ്റവും ബെസ്റ്റ് പിച്ചാണ് ഈ പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഗ്രൗണ്ട് പറയുന്നത്. അവിടെ ഒരു നോൺ സ്പോർട്സ് ഇവന്റ് നടത്തിയിട്ട് അതുണ്ട് എന്ത് ചെയ്തു, ഡാമേജ് കോളാക്കി കൊടുത്തു. അത് ആർക്കാ കൊടുത്തത്? നമ്മുടെ ദിവ്യ ഉണ്ണിയുടെ മറ്റേ നമ്മുടെ MLA വീണ് പരിക്ക് പറ്റിയ ആ ഒരു പരിപാടി. എന്താണ് സംഭവം? എന്തായിരുന്നു? റെക്കോർഡ് വേണ്ടിയിട്ടുള്ള 12,000 പേര് പങ്കെടുത്തിട്ടുള്ള ഡാൻസ്. 12,000 പേര് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ 12,000 പേർക്ക് അവര് വരെ പൈസ ഉണ്ടാക്കി പോയി. നാട്ടുകാർക്കോ നമ്മളെ നാടിന് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഈ ഒരു സാധനം നശിപ്പിച്ചാണ് ചെയ്ത് ഈ ഗ്രൗണ്ട് ഫീൽഡ് സെറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞാൽ കോടികൾ ചെലവുള്ള സംഭവമാണ്. ഇപ്പൊ അവരത് റിക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞത്, അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ അത് റിക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ അവർ തന്നെ വഹിച്ചിട്ട് അവർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. ഇത് ശരിക്കും ആരാണ് ഇതിന് ഉത്തരവാദി? അവസരത്തിലേക്ക് വരിക മാത്രമല്ല, ഭയങ്കരമായിട്ടുള്ള പണികളോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കളിയാവാൻ അതിന് സമയമല്ല, ഇതിനൊക്കെ ഒരു പീരീഡ് ഓഫ് ടൈം ക്ലിയർ ചെയ്യണം. അതുപോലെ പിച്ചിന്റെ കണ്ടീഷൻസ് വരെ നമ്മൾ ക്ലിയർ ആയതിനു ശേഷം കുറച്ച് സമയം കൊടുക്കണം. അല്ലാതെ ഒറ്റയടിക്ക് രാത്രി ഇന്നാണ് ക്ലിയർ ആക്കിയിട്ട് നാളെ കളിക്കാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ, അങ്ങനത്തെ മാച്ച് അല്ല. അപ്പൊ അതിന് ഈ ടീം തന്നെ കടന്ന് കഷ്ടപ്പെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യം. അത് ക്ലിയർ ആക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അല്ലെങ്കിൽ ആർക്ക്? ദിവ്യ ഉണ്ണിക്കുണ്ട്. സത്യത്തിൽ സംഘാടകർക്കുണ്ട്. അത് ആരാണോ സംഘടിപ്പിച്ചത് ആ സംഘാടകർക്ക് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. അവരെന്ത് ചെയ്യണമായിരുന്നു? ഒന്നെങ്കിൽ അത് നീറ്റായിട്ട് അത് ക്ലിയർ ആയിട്ട് അത് പരിപാടി നടത്താൻ കഴിയണമായിരുന്നു. പക്ഷെ 12,000 ആളുകൾ ആ ഗ്രൗണ്ടിലും അത് കാണാൻ വന്ന ഒരുപാട് ആളുകൾ പുറത്തും. എന്തിനാ പറയണത്? അവിടെ സേഫ്റ്റി പോലും കറക്റ്റ് അല്ല. പക്ഷെ ഇത് കഴിഞ്ഞ് പോകുമ്പോൾ അത് ക്ലിയർ ആക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അത് ചെയ്യാതെ അവർ ഈ പോയത് വളരെ മോശമാണ്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും അത് നടത്തിയിട്ടുള്ള സംഘടന തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ഗ്രൗണ്ട് ചോദിച്ച ഒരു ഹെൽപ്പ് എന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അതിന് ചിലപ്പോൾ വാടകയോ പൈസയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും, നമുക്കറിയില്ല, അതിന്റെ കണക്കും കാര്യങ്ങളും നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണത്തിന് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ഒരു പരിപാടി ചോദിച്ചിട്ട് ഞാൻ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പരിപാടി നടത്തി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പോകുമ്പോൾ ഗ്രൗണ്ട് പഴയ രീതിയിലാക്കി കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാൻ അവർ തയ്യാറാകണമായിരുന്നു. പിന്നെ ഇത് ഈ പരിപാടി മുഴുവൻ എത്ര കംപ്ലൈന്റ്സ് ആണ്, പൈസന്റെ കാര്യങ്ങൾ, അത് ഇത് മൊത്തത്തിൽ ആ പരിപാടി തന്നെ വൻ ഷോ ആണ് പറയാലോ. അതുകൊണ്ട് ഉപകാരം കിട്ടിയ അവർക്ക് മാത്രമേ ഉള്ളൂ. അതെ, നല്ലതാണ്. നമ്മളെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ആകെ കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടുകൾ 1 or 2 ഉള്ളൂ. അത് എന്തിനാണ് പിന്നെ ഈ നോൺ സ്പോർട്സ് ഇവന്റുകൾക്ക് കൊടുക്കേണ്ട ആവശ്യം എന്തിനാണ്? അത് ആദ്യം എടുത്ത് ഒഴിവാക്കണം. ആ സിസ്റ്റേ ഒഴിവാക്കണം. കളിക്കാനുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ അത് കളിക്കാൻ, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ്. ഇപ്പൊ യൂറോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്റ്റേഡിയം വിസിറ്റേഴ്സിനെ കയറ്റിയാൽ പോലും ആ വിസിറ്റേഴ്സിന് ഒരു കാലെടുത്ത് ജസ്റ്റ് പിച്ചിലേക്ക് വെക്കാൻ കഴിയില്ല. വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ ഫൈനാണ്. നമ്മുടെ ഓൾഡ് ട്രാഫോർഡിലൊക്കെ സ്റ്റേഡിയത്തിൽ അങ്ങനെയാണ്. അത് ഒരു സാധനം വെച്ചിട്ടുണ്ടാവും, ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ടാവും, അതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. കളിക്കാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള കളിക്കാര്, കോച്ച്, അതിന്റെ സംഘാടകര്, അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഒരു അല്ലാത്തൊരാൾക്ക് അതിനുള്ളിൽ പ്രവേശനമില്ല. അങ്ങനെയാണ് അതിനെ പരിചരിച്ച് കൊണ്ടുപോകുന്നത്. നമ്മുടെ നാട്ടിൽ എന്താണ് അങ്ങനത്തെ സിസ്റ്റം വരാത്തത്? എന്തായാലും നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റും ഫുട്ബോളൊന്നും വളരുന്നില്ല. വളരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറെ മാറ്റങ്ങൾ ആദ്യം വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഒരു നോൺ സ്പോർട്സ് ഇവന്റ് നടത്താന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫിസിക്കലി ഉണ്ടാവുന്ന ഡാമേജ് ഉണ്ട്.
അപ്പൊ അതൊക്കെ പാടെ നശിപ്പിച്ച് എന്തതിനൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഇത്രയും ആളുകളാണ് ഇത് ഗിന്നസ് റെക്കോർഡാണെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇത് കേൾക്കുമ്പോ ശരിയാണല്ലോ, ഇത്രയും വലിയ പരിപാടി നമുക്കൊരു ഹെൽപ്പ് അല്ലേ, ഒരു തവണയല്ലേ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇനിയെങ്കിലും പഠിക്കുക, ഇതാണ് ഇങ്ങനത്തെ ഹെൽപ്പൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവണ പ്രശ്നങ്ങൾ. അത് കറക്റ്റായി എല്ലാ എഗ്രിമെന്റ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ നിങ്ങൾക്ക് ഇതിലൊരു വസ്തു നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ റീസ്റ്റോർ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുക. അതിന്റെ പ്രശ്നമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ പ്രശ്നം വരുന്ന എനിക്ക് തോന്നുന്നില്ല. പണ്ട് ഈ സ്റ്റേഡിയത്തിൽ തന്നെ ISL ഒക്കെ തുടക്ക സമയത്ത് ക്രിക്കറ്റും ഫുട്ബോളും ഒരേ ഒരു ടൈം പീരീഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം ISL മത്സരങ്ങൾക്ക് വേണ്ട ഫുട്ബോളിന് ആവശ്യമായിട്ടുള്ള പിച്ച് ഒരുക്കുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ക്രിക്കറ്റ് മത്സരം വരുമ്പോൾ അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അത് ക്രിക്കറ്റ് പിച്ചിലേക്ക് മാറ്റുന്നു. എന്നിട്ട് അവർ ക്രിക്കറ്റ് മത്സരം നടത്തിയതിനു ശേഷം വീണ്ടും അവർ തന്നെ KCA തിരിച്ച് ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഫുട്ബോൾ പിച്ചാക്കി മാറ്റി കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താ ചെയ്തു, രണ്ടു കൂട്ടർക്കും പരാതിയില്ല, രണ്ട് മത്സരം നടന്നു. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊരു മര്യാദയാണ്. ഇനി ഇവർ ഈ പറയുന്ന സംഘാടകർ അത് ചെയ്തു കൊടുത്തു എന്ന് വിചാരിച്ചോ. പക്ഷെ എന്നാലും എന്റെ അഭിപ്രായത്തിൽ ഒരു സ്പോർട്സ് ഇവന്റ് നടക്കുന്ന സ്ഥലത്ത് സ്പോർട്സ് ഇവന്റ് മാത്രം നടത്താം. അവിടെ ഒരു ആർട്ട് സംബന്ധമായിട്ടുള്ള ഒരു സാധനത്തിനുള്ള പ്രസക്തി ഇല്ല. അവർ മറ്റു ഓഡിറ്റോറിയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ വല്ല ഗ്രൗണ്ട് കൊടുത്തിട്ട് അവിടെ പോയി ചെയ്യാം. ഒരു ഇന്റർനാഷണൽ സിസ്റ്റം ഉള്ള ഗ്രൗണ്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ കോപ്പറേഷൻ കാണിച്ചിട്ട് ഇല്ലാതെ നശിപ്പിക്കരുത്. എന്താണെങ്കിലും അതിനൊരു പ്രൊഫഷണലിസം കാണിക്കണം തോന്നുന്നു അല്ലെ. ഇത് ഇന്നതിനാണ് അതിന് മാത്രം. ആ രീതിയിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഗ്രൗണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ആകെ 1-2 ഗ്രൗണ്ടാണ് ശരിക്കും നല്ലൊരു ഗ്രൗണ്ട് പറയാനുള്ളത്. അതൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഒരു തരത്തിലും സമ്മതിക്കരുത്. നമ്മൾ പുറത്തൊക്കെ ചില നിയമങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ല, ഈ പറഞ്ഞ പോലെ കാലെടുത്ത് വെക്കാൻ പാടില്ല, ഫൈനാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതൊക്കെ എന്താ തോന്നും. പല ആൾക്കാർ എന്താ അതിന് വരുന്നത്. ഇതാണ് ചെറിയൊരു സംഭവത്തിൽ പോലും എന്താ സംഭവം, ഒരാൾ ചിലപ്പോൾ ഒറ്റ മനുഷ്യൻ കാലെടുത്ത് വെച്ചോണ്ട് ഒന്നും വരാനില്ല. പക്ഷെ ഒരാളത് ചെയ്താൽ പിന്നെ ഒരു 10,000 1000 അത് വലിയ പ്രശ്നമാകും, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ചെറിയ കാര്യങ്ങൾ പോലും കൺട്രോൾ ചെയ്താൽ തന്നെ ഇതൊക്കെ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടു. കൊച്ചിയിൽ പുല്ല് പറയുന്നത് നാച്ചുറൽ സാധനമാണ്. അതെ, അത് ലോകത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള സ്റ്റേഡിയങ്ങളിൽ നാച്ചുറൽ ഉള്ളത്. അത്രയും ഒരു എന്താ പറയാ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേഡിയം ആയിട്ട് അതിനെ കാണണം, നമ്മൾ പരിഗണിക്കണം. പക്ഷെ നമ്മുടെ സർക്കാരുകളോ ആ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരോ ഒന്നും അതിന് വേണ്ട പരിചരണം കൊടുക്കുന്നില്ല. അവിടെ ഇപ്പൊ ISL മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ പോലും അതിനെ പോലും കൃത്യമായി ഒരു പക്ഷെ മെസ്സി വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ സ്റ്റേഡിയത്തിൽ ആയിരിക്കാം കളി നടക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് കൂടുതൽ പ്രിഫറൻസ് ഉള്ളത്, കാരണം അത്രയും കുറച്ച് വലുപ്പമുള്ള സ്റ്റേഡിയത്താണ്. അപ്പൊ അതിനെ കൃത്യമായിട്ട് പരിചരിച്ച് മുന്നോട്ട് പോവുക, കായിക മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം അതിനെ പരിഗണിക്കുക. മറ്റൊരു ഓപ്ഷനേ അവിടെ ഉണ്ടാവാൻ പാടില്ല.